ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് ഇന്ന് 5 മിനിറ്റിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ട് പ്രഷർ കുക്കറിൽ ഒരു അടിപൊളി സദ്യ സാമ്പാർ തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ വൺ പോട്ട് കറിയാണ് വെക്കുന്നത്. ഇതിൽ ഞാൻ വേറെ ഒന്നും വഴറ്റി ചേർക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ വേറെ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അല്ലാതെ കുഴഞ്ഞൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് 1/2 കപ്പ് തൂരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പ്. അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, ഞാനിവിടെ വെണ്ടയ്ക്ക, തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, അമരപ്പയർ, മത്തൻ, വെള്ളരിക്ക, ക്യാരറ്റ്, മുരിങ്ങക്കോല്, കൊച്ചുള്ളി, സവാള, പിന്നെ കത്തിരിക്ക, ഇത്രയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പ്രത്യേകം വെണ്ടയ്ക്ക വഴറ്റി ചേർക്കുന്നില്ല, ഇതിൽ തന്നെയാണ് ഇടുന്നത്. 2 വിസിലേ അടുപ്പിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ വെണ്ടയ്ക്ക വല്ലാതെ കലങ്ങി പോകത്തില്ല കേട്ടോ. ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. സത്യം പറഞ്ഞ എന്തൊരു പെർഫെക്റ്റ് ആയ ഒരു കറിയാണ് ഈ സാമ്പാറല്ലേ. എന്തൊക്കെ പച്ചക്കറികളും പരിപ്പും എല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് ഹെൽത്തി ബ്ലെൻഡാണ്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. എനിക്കിങ്ങനെ ഈ നോൺ വെജ് എല്ലാം കഴിച്ച് മടുക്കുമ്പം ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ സാമ്പാറും എന്തെങ്കിലും ഒരു തോരനും കുറച്ച് മാങ്ങാച്ചാറും മാത്രം കൂട്ടി ഞാൻ ചോറിനും, അതിനൊരു പ്രത്യേക സുഖമാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കുക, കൂടി പോകരുത് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം. ഞാനിതിലേക്ക് പുളിക്കായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. ആദ്യം ചേർത്ത ഈ തക്കാളിയുടെ പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. പുളി കൂടുതലായിട്ട് വേണ്ടവർക്ക് അല്പം വാളൻ പുളി പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് 2 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് സാമ്പാർ നല്ല കൊഴുത്ത് കഷ്ണങ്ങളെല്ലാം വെന്ത് എന്നാൽ വല്ലാതെ ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. ഇതൊരു ഒതന്റിക് സാമ്പാർ റെസിപ്പി അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാനിതിലേക്ക് എൻ്റെതായിട്ടുള്ള സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുപോലെ കഷ്ണങ്ങൾ പരിപ്പൊന്നും വേറെ വേറെ വേവിക്കുന്നില്ല. ഇതൊരു വൺ പോട്ട് ഈസി കറിയാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതല്ല ഇങ്ങനെ ഉണ്ടാക്കിയതല്ല അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല. ഇപ്പം കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. 2 വിസിൽ കഷ്ണങ്ങളെല്ലാം വെന്തു, കണ്ടില്ലേ. എന്നാൽ ഇതൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല, കണ്ടോ. ആവശ്യത്തിന് കൊഴുപ്പുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാമ്പാർ പൊടി ചേർക്കാം. 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസി, ഇച്ചിരി കുഴഞ്ഞിരിക്കുകയായിരിക്കും, ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും വേണമെങ്കിൽ ഉണക്കമുളകും കൂടെ നമുക്ക് താളിച്ച് ഒഴിക്കാം. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കായപ്പൊടി, ചിലപ്പം നമുക്ക് സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് കായം കറക്റ്റ് ആയിരിക്കും. ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കായപ്പൊടി ടേസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, 1-2 നുള്ള്. അപ്പം തന്നെ നമ്മുടെ സാമ്പാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത്തവണ വിഷുവിന് നിങ്ങൾ ഇങ്ങനത്തെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആരും കുറ്റം പറയില്ല. നിങ്ങളിങ്ങനെ എളുപ്പ വഴിയിൽ ഉണ്ടാക്കി തന്നാൽ ആരും കണ്ടുപിടിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും മുന്നോട്ട് നമ്മുടെ റെസിപ്പികൾ കാണണ്ടേ, അതിനുവേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക കേട്ടോ. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം കൊടുക്കാൻ, എങ്കിലേ എല്ലാ വീഡിയോസും കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ പോണേ. നല്ല മണമാണ് കേട്ടോ ഈ സാമ്പാറിന്. നല്ല ആവശ്യത്തിന് കൊഴുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഞാനിതിപ്പം ഒരു ബൗളിലേക്ക് വിളമ്പി കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ആക്കിയിരിക്കുന്നതെന്ന്. ഇപ്പം ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്, കടുകെല്ലാം താളിച്ചൊഴിച്ചു, കണ്ടില്ലേ. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയല്ലേ, കളറാണേലും അതിൻ്റെ കൺസിസ്റ്റൻസി ആണേലും എല്ലാം.
ഇത്ര മസാല ചേർത്താൽ മതി. ഈ പൊടികളൊന്നും തന്നെ കൂടി പോകരുത് കേട്ടോ. കൂടി പോവാണെങ്കിൽ തന്നെ സാമ്പാറിന് ഒരു വല്ലാതെ മസാല കുത്തൽ വരും. ഇത്ര മതി. അല്ലാതെ ഇതിനകത്ത് ഒത്തിരി സാമ്പാർ പൊടിയും കാര്യങ്ങളും എല്ലാം ചേർത്ത് വല്ലാത്ത ടേസ്റ്റ് ഒന്നും ആക്കണ്ട. ഒരു മൈൽഡ് ടേസ്റ്റ് എന്നാൽ പെർഫെക്റ്റ് സാമ്പാറുമായിരിക്കും. ആവശ്യത്തിന് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ള്, ചെറിയൊരു നുള്ള് ശർക്കര, എന്നിട്ട് അങ്ങ് വിളമ്പിയാൽ മതി. പെർഫെക്റ്റ് ആയിരിക്കും. ദേ കണ്ടില്ലേ, സാമ്പാറിനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ.